യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അല്ലെ ഇത് അവസാനമാകുമ്പോൾ ഞാൻ മറന്നു പോകും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്ലീസ്. ഇന്ന് എൻ്റെ ബോട്ടണീൻ്റെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു ഗൈസ്. സത്യം പറയാമല്ലോ, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി എക്സാമാണ് ഗൈസ്. പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മോനെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, പക്ഷെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ എനിക്കുണ്ടായിരുന്ന മോണോക്കോട്ട് റൂട്ടായിരുന്നു. അല്ല, ഒരു റൂട്ട് നമ്മൾ ഏത് റൂട്ടാന്ന് കണ്ടുപിടിക്കണം ഗൈസ്. മോണോക്കോട്ടാണ് ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ മോണോക്കോട്ട് റൂട്ടായിരുന്നു തന്നിരുന്നത്. അപ്പോൾ ആ റൂട്ട് ചേമ്പിൻ്റെ ഏതാണ്ട് വേറെ ആയിരുന്നു ഗൈസ്. എന്നിട്ട് നമ്മളത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അത് മാത്രമേ നമുക്കുള്ള പണിയുള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നടക്കും ഗൈസ്. എന്നിട്ട് നമ്മൾ അതെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് പറഞ്ഞേക്കുന്ന പ്രൊസീജിയർ പ്രകാരം എല്ലാം ചെയ്ത് മൈക്രോസ്കോപ്പിൽ ചെന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നതാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് പോവുക, ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അത് സ്റ്റെമ്മാണോ റൂട്ടാണോ എന്ന് സ്ഥിരീകരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് സ്ഥിരീകരിക്കുന്നതിന് 2 പോയിന്റ് എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോണോക്കോട്ടാണോ ഡൈക്കോട്ടാണോ എന്ന് എഴുതുന്നതിൻ്റെ 2 പോയിന്റ് എഴുതുക. എന്നിട്ട് നമ്മളവിടെ ആ പരിപാടി അവിടെ തീർന്നു ഗൈസ്. ഇത് മോണോക്കോട്ട് റൂട്ടാണ് നമ്മൾ സ്ഥിരീകരിച്ച് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്പോട്ട് ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു. ഫ്രണ്ടിൽ ഓസിലറ്റോറിയ, സ്റ്റേജ് അനാഫേസും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ക്ലോണിംഗ് വെക്ടറും ആയിരുന്നു ഗൈസ്. അത് നമ്മൾ അവിടെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ ഒരു ഫീച്ചർ എഴുതുക. ആ പരിപാടി അങ്ങനെ തീർന്നു ഗൈസ്. പിന്നെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു, ഹൈഡ്രല എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഗൈസ്. അതും അടിപൊളിയായിരുന്നു ഗൈസ്. ഹൈഡ്രല എക്സ്പെരിമെൻ്റ് നമ്മളൊന്ന് ജസ്റ്റ് വരയ്ക്കുക, ജസ്റ്റ് അല്ല ഒരു നന്നായിട്ട് വരയ്ക്കുക. ഹൈഡ്രല എക്സ്പെരിമെൻ്റ് വരയ്ക്കുക. എന്നിട്ട് നമ്മളത് ലേബൽ ചെയ്യുക. പിന്നെ അതിൻ്റെ എയിം എഴുതുക. അത്രേ ഉള്ളൂ ഗൈസ്. അതും അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവറിൻ്റെ പാർട്ട്. ഇപ്പം എനിക്ക് തന്നിരുന്ന കൊറോളയായിരുന്നു ഗൈസ്. കൊറോളേനെ കുറിച്ച് നമ്മൾ 2-3 കാര്യങ്ങൾ ഇങ്ങനെ എഴുതുക. അതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ഗൈസ്. 2-3 വേർഡൊക്കെ ഉള്ളൂ. പക്ഷെ എൻ്റെ മോഡൽ എക്സാം വരെ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കെട്ടുകണക്കിന് നമുക്ക് എഴുതാനായിട്ടുണ്ടെന്നായിരുന്നു. പിന്നെ നമുക്ക് ഇൻ്ററാക്ഷൻ ആയിരുന്നു ഗൈസ് ഉള്ളത്. ഇൻ്ററാക്ഷൻ ഒരു പ്ലാന്റ് നമുക്ക് തരും. അത് ഏത് ഇൻ്ററാക്ഷൻ ആണെന്ന് നമ്മൾ എഴുതണം. എന്നിട്ട് പ്ലാന്റിൻ്റെ പേരല്ല നമ്മൾ എഴുതേണ്ടത്, ഇൻ്ററാക്ഷനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഇപ്പോൾ എനിക്ക് തന്നിരുന്നത് വാണ്ടയായിരുന്നു. അപ്പോൾ വാണ്ടയുടെ ഇൻട്രാക്ഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആന്തറിൻ്റെ സെഷൻ എടുക്കാനായിരുന്നു ഗൈസ്. എനിക്ക് ആന്തറിൻ്റെ സെഷൻ എടുക്കാൻ നേരത്തോടെ അറിയത്തില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം അവിടെ എടുക്കേണ്ടി വന്നു. ആന്തറിൻ്റെ സെഷൻ എടുക്കുമ്പോഴത്തേനും ചെത്തിമുട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആ മഞ്ഞ സാധനം ഭയങ്കര തിന്നായിട്ട് എടുക്കണം, എങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അത് ഇച്ചിരി സമയം എടുത്ത് ചെയ്താൽ മതി. എനിക്കാണെങ്കിൽ ഭയങ്കര ധൃതിയായിരുന്നു. എങ്ങനെയും പുറത്തിറങ്ങണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാൻ പരീക്ഷ ഹാളിലോട്ട് കയറുന്നത് തന്നെ. അപ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾ പയ്യെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഗൈസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിപൊളി എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് ഒച്ച വെക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഗൈസ്. എക്സാം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് എഴുതി തുടങ്ങി എൻ്റെ ബോട്ടണീൻ്റെ എക്സാമിൻ്റെ ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് ഇത് തുളച്ചപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ മോണോക്കോട്ടും ഡൈക്കോട്ടും റൂട്ടും സ്റ്റെമ്മും കൊണ്ടൊക്കെ ഞാൻ എൻ്റെ ടീച്ചറിൻ്റെ പുറകെ എത്ര നാൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബോട്ടണീൻ്റെ എക്സാം അടിപൊളിയാണ് ഗൈസ്. ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. പേടിക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നാ ഉള്ളത്, ഇനിയിപ്പം നാളെ എനിക്ക് മാത്സിൻ്റെ എക്സാം ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി മൊത്തം തീരും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.